ഇതേ സിംഗപ്പൂരിലുള്ളൊരു കാടാണ് കേട്ടോ. ഇത് 1860 ഒരു സായിപ്പ്, അതായത് ജോൺ ടേൺബിൽ തോംസൺ എന്ന് പറഞ്ഞ ഒരു സായിപ്പ് അവിടെ വരികയും വാട്ടർ ഷോർട്ടേജിനൊരു ഡാം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഈ പ്രകൃതി മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടോ. അദ്ദേഹത്തെ പിന്നീട് ജെയിംസ് മാക്രിച്ചി എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ മാക്രിച്ചി എന്ന് തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ പേരും. ഇവിടെ ഈ കാട് എന്ന് പറയണത് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇത്രയും മനോഹരമായ അല്ലെങ്കിൽ ഭയങ്കര അഡ്വാൻസ്ഡ് ആയ ഒരു സിറ്റിയിൽ ഒരു കാട് ഇങ്ങനെ ഉണ്ടെന്ന്. അതുപോലെ വന്യമൃഗങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് എങ്ങനെയുള്ള പേടിക്കാതെ നടക്കാൻ പറ്റും. വിദേശികളായിട്ടുള്ള കംപ്ലീറ്റ് ടൂറിസ്റ്റുകളും ഒരുപാട് നടന്ന് തന്നെ കേട്ടോ ഇതിലൂടെ കണ്ടുകൊണ്ടിരിക്കണം. അതായത് ഒരു 6-7 കിലോമീറ്റർ ഇങ്ങനെ നടക്കണം. അതുപോലെ തന്നെ അവിടെ പെറ്റിനെ തുറന്നു വിടാൻ അനുവദിക്കില്ല. ബോർഡ് കണ്ടാൽ അറിയാം. ഫിഷിംഗ് ഇല്ല. വരാലൊക്കെ ഇങ്ങനെ നമ്മളെ നോക്കി ഇങ്ങനെ കിടക്കണ കാണാം. അപ്പോൾ വളരെ മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു കാടാണ് കേട്ടോ. നടന്ന് മനുഷ്യൻ്റെ ഉപ്പാട് തിരിയും. എന്നാലും ആ നടപ്പ്, ഈ ഒരു പ്രകൃതി സൗന്ദര്യം അല്ലെങ്കിൽ അവിടുത്തെ ഒരു ക്ലൈമറ്റ്, അതെല്ലാം നമുക്ക് ആസ്വദിക്കുമ്പോൾ ഇത് ഒരു നടപ്പൊരു വിഷയമേ അല്ല എന്ന് തോന്നും കേട്ടോ.